നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോൾ പല റീലുകളും വരുന്നുണ്ട്. ചില ചാനലുകൾ വളരെ രോഷത്തോടെ പറയുന്നുണ്ട്, മോദി ഇത്രയ്ക്ക് ധൈര്യമില്ലാത്ത ആളാണോ? മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ച ആളിന് എന്തുകൊണ്ട് മാപ്പ് കൊടുത്തു? യഥാർത്ഥത്തിൽ അദ്ദേഹം ധീരനായതുകൊണ്ടാണ് കുട്ടികൾക്കും അത്തരം അവർ വിവരക്കേടുകൊണ്ട് പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം ഒരു യോഗിക്ക് തുല്യമായതുകൊണ്ടാണ് മാപ്പ് കൊടുത്തത്. അതേസമയം അദ്ദേഹം മാപ്പ് കൊടുക്കാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അതായത് ക്യാമറയിലെല്ലാം പതിയുന്നുണ്ട്. അതായത് ആരൊക്കെയാണ് ഈ പാറ്റ സമരത്തിന് വന്നവർക്ക് ബിരിയാണി വിളമ്പിയതെന്നും എത്രയൊക്കെയാണ് ലക്ഷങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നും ഒക്കെയുള്ള നന്നായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അതിനുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതേസമയം ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ അനുചിതമാണ്. കാരണം ഉചിതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെ അപമാനിച്ചു, മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അമ്മയെ അപമാനിച്ചു, കുടുംബത്തെ അപമാനിച്ചു. അതൊക്കെ പോട്ടെ, അവരുടെ അജ്ഞത കാരണം പോയി. അതാണ് അവധൂതരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അവരിത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യില്ല. എന്നാൽ രാഷ്ട്ര സുരക്ഷയ്ക്ക് എതിരായിട്ട് ആര് നിൽക്കുന്നുവോ അവർക്ക് വേണ്ട രീതിയിൽ തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. ഇവിടെ നോക്കൂ, നമുക്കിനി ഭാവിയിൽ കാണാൻ പറ്റും ഇതിനകത്ത് എങ്ങനെയെല്ലാം പണമൊഴുകിയെന്നും ആരൊക്കെയാണ് ഖാലിസ്ഥാൻവാദികളും സുഡാപ്പികളുമൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം വെളിയിൽ കൊണ്ടുവരും. ഈ നമ്മുടെ രാജ്യത്തിന് ക്ഷുദ്രശക്തികളായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ഇതിന് മുന്നിൽ കൊണ്ടുവരും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ചാനലുകാരും ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ചാനലുകളും രോഷം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും മോദി ഭീരുവല്ല. അദ്ദേഹം ധീരനായ ഒരു യോഗ്യവര്യനാണ്, ധീരനായ ഒരു ഭരണാധികാരിയാണ്. ആ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിയുന്നത്. നമുക്കറിയാം, ഇന്ദിരാ പ്രിയദർശിനി മരിച്ചു വീണ ആ സമയത്ത് എത്രയധികം ലക്ഷക്കണക്കിന് പഞ്ചാബികളെയാണ് അവിടെ ഡൽഹിയിൽ കൊന്നൊടുക്കിയത്. അത്തരം ഒരു കാര്യമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുത്തു. പക്ഷേ വേണ്ട രീതിയിൽ, നയതന്ത്രമായ രീതിയിലും അതുപോലെ തന്നെ യുദ്ധസജ്ജീകരണത്തോടു കൂടിയും തന്നെ അവർ രാജ്യശത്രുക്കളെ നേരിടും. നോക്കിക്കോളൂ, ഇത് കണ്ടുകൊള്ളൂ.